എല്ലാവർക്കും നമസ്കാരം. RSS 100-ാം വർഷത്തിലേക്ക് ലോകത്തിലെ ഏറ്റവും വലിയ ഗവൺമെന്റ് ഇതര സംഘടനയായ രാഷ്ട്രീയ സ്വയം സേവക സംഘം അഥവാ RSS ഈ വിജയദശമി ദിനത്തിൽ ഒക്ടോബർ 2-ന് അതിന്റെ 100-ാം വർഷത്തിലേക്ക് കടന്നിരിക്കുന്നു. ഒരു നൂറ്റാണ്ട് നീണ്ട അത്ഭുതകരമായ ഈ യാത്രയെ ഹിന്ദു പ്രതിരോധത്തിന്റെയും സേവനത്തിന്റെയും സമർപ്പണത്തിന്റെയും ഓർത്തെടുക്കേണ്ട സമയമാണിത്. 1925 സ്ഥാപിതമായത് മുതൽ RSS ഭാരതീയ സാംസ്കാരിക മൂല്യങ്ങളെയും സാമൂഹ്യ ഏകതയെയും ആധാരമാക്കി ദേശ നവനിർമ്മാണത്തിന്റെ ദർശനത്തിൽ അചഞ്ചലമായി സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു. സംഘത്തിന്റെ 100-ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി സാമൂഹിക പരിവർത്തനത്തിനായി RSS 5 പ്രധാന ആശയങ്ങൾ മുന്നോട്ട് വച്ചിരിക്കുന്നു. അത് സാമൂഹ്യ സമത്വം, കുടുംബ മൂല്യങ്ങളുടെ സംരക്ഷണം, പരിസ്ഥിതി സംരക്ഷണം, സ്വാഭിമാനവും സ്വാവലംബവും, കർത്തവ്യബോധമുള്ള പൗരന്മാർ, ഇവ പഞ്ചപരിവർത്തനമെന്നറിയപ്പെടുന്നു. ഈ 5 മേഖലകൾ ദേശീയവും സാമൂഹികവുമായ ഉന്നമനത്തിന് RSS നൽകുന്ന പ്രതിബദ്ധതയെ കാണിക്കുന്നു. ഇതിന്റെ കാതലായ വശം സാമാജിക സമരസത എന്ന ആശയം തന്നെയാണ്. സാമൂഹിക വിവേചനം ഇല്ലാതാക്കാനും സമത്വം സ്ഥാപിക്കാനും സംഘം നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. ഭാരതത്തിലെ ജാതി സംബന്ധമായ ചർച്ചകൾ സാംസ്കാരിക യാഥാർത്ഥ്യങ്ങളെക്കാൾ ഉപരി പാശ്ചാത്യ വ്യാഖ്യാനങ്ങളാലും കൊളോണിയൽ സ്വാധീനങ്ങളാലും പ്രത്യയശാസ്ത്ര കടുംപിടിത്തങ്ങളാലും നയിക്കപ്പെടുന്നവയാണ്. ഇന്നത്തെ ജാതി വ്യവസ്ഥയെ വ്യക്തമാക്കി മനസ്സിലാക്കണമെങ്കിൽ പ്രാചീന ഭാരതത്തിലെ വർഗ സംവിധാനത്തെയും ബ്രിട്ടീഷുകാർ കെട്ടിപ്പടുത്ത ജന്മാധിഷ്ഠിത ജാതി വ്യവസ്ഥയെയും വേർതിരിച്ചറിയേണ്ടത് അത്യാവശ്യമാണ്. ഇന്ത്യയെ വിഭജിക്കാൻ ആഗ്രഹിക്കുന്ന ശക്തികൾ ആഭ്യന്തരവും ബാഹ്യവുമായവ ജാതിയെ ആയുധമാക്കി വിവേചനത്തിന് കാരണക്കാരെന്ന് ആക്ഷേപിച്ച് ഹിന്ദു സമൂഹത്തെ ദുർബലമാക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. വാസ്തവത്തിൽ വേദപാരമ്പര്യത്തിൽ ജന്മം കൊണ്ടുള്ള ജാതിക്ക് യാതൊരു അടിസ്ഥാനവും ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല, വേദ സമൂഹം വ്യക്തിയുടെ സ്വഭാവ ഗുണങ്ങളെയും കർമ്മത്തെയും പ്രവൃത്തികളെയും ആസ്ഥാനമാക്കിയുള്ള വർണ്ണാശ്രമ വ്യവസ്ഥയായിരുന്നു. ഭഗവത്ഗീതയിൽ ഇക്കാര്യം വ്യക്തമായി പറയുന്നു. ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശ സസ്യ കർത്താരമഭിമാം വിദ്യ കർത്താരമവ്യയം. ഇതിന്റെ അർത്ഥം ജനങ്ങളുടെ ഗുണങ്ങളെയും പ്രവൃത്തികളെയും അനുസരിച്ച് 4 വർഗങ്ങളുള്ള സമൂഹക്രമം ഞാൻ സൃഷ്ടിച്ചു. അതിന്റെ കർത്താവാണെങ്കിലും ഞാൻ അകർത്താവും നിത്യനുമാകുന്നു. വേദ സമൂഹത്തിൽ സാമൂഹിക ശ്രേണികൾ ചലനാത്മകമായിരുന്നു. ക്ഷത്രിയ വംശജനായിരുന്നിട്ടും വിശ്വാമിത്രൻ ബ്രഹ്മർഷിയായി പൂജിക്കപ്പെട്ടു. താഴ്ന്ന ജാതിയിൽ ജനിച്ച വാൽമീകിയാണ് നമ്മുടെ ഗ്രന്ഥമായ രാമായണം രചിച്ചത്, പുണ്യഗ്രന്ഥമായ രാമായണം രചിച്ചത്. ഇതുപോലെയുള്ള നിരവധി ഉദാഹരണങ്ങൾ ഹിന്ദു സാമൂഹിക ക്രമത്തിന്റെ കാർക്കശ്യമില്ലായ്മയ്ക്ക് തെളിവുകൾ തന്നെയാണ്. പോർച്ചുഗീസ് പദമായ കാസ്റ്റ, അതായത് വംശം അല്ലെങ്കിൽ രക്തബന്ധം എന്നതിൽ നിന്ന് കാസ്റ്റ് എന്ന ആശയം കടമെടുത്താണ് ബ്രിട്ടീഷുകാർ 1871 ആദ്യ സെൻസസ് മുതൽ ജനവിഭാഗങ്ങളെ സ്ഥിരം ജാതികളിൽ കൂട്ടിയിട്ടത്. ഈ കാലഘട്ടത്തിൽ ഹിന്ദു സമൂഹം ഒരു ജന്മാധിഷ്ഠിത ദൃഢമായ ജാതി അറയിലേക്ക് തള്ളപ്പെട്ടു. കൂടാതെ ബ്രിട്ടീഷുകാരുടെ നയങ്ങളും സമൂഹത്തെ കൂടുതൽ വിഭജിച്ചു. ജാതിയെ അപരിവർത്തനീയമായ ഹിന്ദു ദോഷമെന്ന് ചിത്രീകരിച്ച് അവർ തങ്ങളുടെ ഉന്നത സംസ്കാര ദൗത്യത്തെ ന്യായീകരിച്ചു. ഈ കോളനി നിർമ്മിത കെട്ടുകഥ ഇന്നും ബ്രേക്കിംഗ് ഇന്ത്യ ശക്തികൾ ഉപയോഗിച്ചു കൊണ്ടേയിരിക്കുന്നു. പാശ്ചാത്യ പണ്ഡിതന്മാർ, ഇടതുപക്ഷ ബുദ്ധിജീവികൾ, മിഷനറി കൂട്ടായ്മകൾ എന്നിവർ ഹിന്ദു സമൂഹത്തെ അപകീർത്തിപ്പെടുത്താൻ
ജാതിയെ ഹിന്ദു മതത്തിന്റെ ആധികാരിക പാപം എന്ന് പോലെ അവതരിപ്പിക്കുന്നു. അവർ ഹിന്ദു മതത്തിനുള്ളിലെ നവോത്ഥാനപരമായ പാരമ്പര്യങ്ങളെ അവഗണിക്കുകയും മറ്റു സമൂഹങ്ങളിൽ നിലനിൽക്കുന്ന സാമൂഹിക അസമത്വങ്ങളെ കണ്ടില്ലെന്ന് നടിക്കുകയും ചെയ്യും. മാർക്സിസ്റ്റ് ചരിത്രകാരന്മാരാകട്ടെ ജാതി വ്യവസ്ഥയുടെ കാഠിന്യത്തെ പർവ്വതീകരിച്ച് വ്യാഖ്യാനിച്ചു കൊണ്ടേയിരിക്കുന്നു. ഹിന്ദു വീക്ഷണത്തിൽ ഇന്നത്തെ ജാതി വ്യവസ്ഥ ധാർമ്മികമായ ഒരു അനിവാര്യതയേ അല്ല, മറിച്ച് കോളനി യുഗത്തിലെ ഒരു വക്രീകരണമാണ്. അതിനാൽ ഹിന്ദു സമൂഹത്തിനുള്ള മുന്നിലുള്ള ദൗത്യം രണ്ടാണ്. സമൂഹത്തിലെ നിലനിൽക്കുന്ന ജാതി വിവേചനം പൂർണ്ണമായി ഇല്ലാതാക്കുന്നതോടൊപ്പം ഹിന്ദു ധർമ്മത്തെ അപകീർത്തിപ്പെടുത്തുന്ന തെറ്റായ വ്യാഖ്യാനങ്ങളെ പ്രതിരോധിക്കേണ്ടതും അത്യാവശ്യമാണ്. ജന്മം കൊണ്ടല്ല, മറിച്ച് ഗുണവും കർമ്മവുമാണ് നിർണായകമെന്ന ധാർമ്മിക സിദ്ധാന്തത്തിലേക്ക് മടങ്ങിയെത്തുന്നത് തീർച്ചയായും സാമൂഹ്യ സൗഹാർദ്ദത്തിന്റെയും സാംസ്കാരിക പുനരുജ്ജീവനത്തിനും വഴിയൊരുക്കും. ഹിന്ദു സമൂഹത്തെ അവഹേളിക്കുന്നവർ ഹിന്ദു സമൂഹത്തിലെ നിരവധിയായ സാമൂഹ്യ പരിഷ്കാര ധാരകളെയും മറ്റു സമൂഹങ്ങളിലെ അടിച്ചമർത്തലുകളെയും പാടെ മറക്കുന്നു. ധാർമ്മിക കാഴ്ചപ്പാടിൽ ഇന്നത്തെ ജാതി വ്യവസ്ഥ ഒരു അനിവാര്യതയേ അല്ല, കോളനി സ്വാധീനത്തിന്റെ വൈകല്യം മാത്രമാണ്. അതിനാൽ നമ്മുടെ മുന്നിലുള്ള യഥാർത്ഥ ദൗത്യം ഒന്ന്, സമൂഹത്തിനുള്ളിലെ ജാതി വിവേചനം ഇല്ലാതാക്കൽ. രണ്ട്, ഹിന്ദു മതത്തെ ദൂഷിപ്പിക്കുന്ന തെറ്റായ നരേറ്റീവുകൾക്കെതിരെ പ്രതിരോധം സൃഷ്ടിക്കേണ്ടതും. ഗുണത്തിനും കർമ്മത്തിനും ജനനത്തെക്കാൾ മേന്മ കൽപ്പിക്കുന്ന ധാർമ്മിക തത്വത്തിലേക്ക് മടങ്ങിയാൽ സാമൂഹിക സമരസതയും സാംസ്കാരിക നവോത്ഥാനവും നമുക്ക് ഒരുമിച്ച് കൈവരിക്കാം. ഈ ചരിത്ര പശ്ചാത്തലം മനസ്സിലാക്കുമ്പോൾ RSS നടപ്പാക്കി വരുന്ന സാമാജിക സമരസത പരമ്പരാഗത മൂല്യങ്ങളുടെ നിഷേധമല്ല, മറിച്ച് അതിന്റെ കാതലായ വശത്തിന്റെ പുനരുദ്ധാരണമാണെന്ന് കാണാം. 1925 ഡോക്ടർ കെ.ബി. ഹെഡ്ഗേവാർ സ്ഥാപിച്ച സംഘടനയുടെ ലക്ഷ്യം ഹിന്ദു സമൂഹത്തിനുള്ളിലെ വിഭജനങ്ങൾ ഇല്ലാതാക്കി സമൂഹത്തെ ഒന്നിച്ച് ശക്തിപ്പെടുത്തുക എന്നതായിരുന്നു. ഗുരുജി ഗോൾവൽക്കർ വർണ്ണ വ്യവസ്ഥയുടെ അടിസ്ഥാന തത്വങ്ങളെ മനസ്സിലാക്കി അതിന്റെ ജന്മത്തിലൂന്നിയ കാർക്കശ്യത്തെയും അനീതിയെയും ശക്തമായി വിമർശിച്ചു. ദേശീയ ഐക്യത്തിനും സാംസ്കാരിക പുനരുജ്ജീവനത്തിനും സാമൂഹിക സമത്വം അനിവാര്യമാണെന്ന് അദ്ദേഹം ഊന്നിപ്പറഞ്ഞു. മൂന്നാമത്തെ സർസംഘചാലകനായിരുന്ന ബാലാസാഹിബ് ദേവരസിയാകട്ടെ 1974 ആസന്നിഗ്ധമായി പ്രഖ്യാപിച്ചത് അസ്പർശീയത തെറ്റല്ലെങ്കിൽ ലോകത്തിൽ മറ്റൊന്നും തെറ്റല്ല എന്നാണ്. നിരവധി വർഷങ്ങളായി സംഘവും അനുബന്ധ സംഘടനകളും സാമൂഹിക സമത്വം സ്ഥാപിക്കാൻ നിരവധി പ്രായോഗിക പദ്ധതികൾ നടപ്പാക്കി വരുന്നു. എത്രയോ സ്ഥലങ്ങളിൽ ദളിതർക്ക് ക്ഷേത്രപ്രവേശനത്തിനായി സ്വയം സേവകർ മുന്നോട്ടിറങ്ങിയിട്ടുണ്ട്. വിശ്വ ഹിന്ദു പരിഷത്ത് ആയിരക്കണക്കിന് ദളിതരെ പുരോഹിതരായി ഇന്നും പരിശീലിപ്പിച്ചു വരുന്നു. ഇന്ന് രാജ്യമാകെ നിരവധി ക്ഷേത്രങ്ങളിൽ പരമ്പരാഗതമായി താഴ്ന്ന ജാതി എന്ന് കണക്കാക്കപ്പെട്ടവർ പുരോഹിതരായി സേവനമനുഷ്ഠിക്കുകയും സ്ത്രീകൾ പൂജാരികളായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ഇവയൊക്കെ അത്ഭുതകരങ്ങളായ മാറ്റങ്ങൾ തന്നെയല്ലേ? ഏകൽ വിദ്യാലയങ്ങൾ, സരസ്വതി ശിശു മന്ദിരങ്ങൾ തുടങ്ങിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വഴി ഗ്രാമങ്ങളിലും ആദിവാസി മേഖലകളിലും വിദ്യാഭ്യാസ സാംസ്കാരിക ബോധവൽക്കരണവും സംഘം വ്യാപിപ്പിച്ചു. വനവാസി കല്യാണാശ്രമം ആദിവാസി സമൂഹങ്ങൾക്കിടയിൽ വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, ഉപജീവന മാർഗങ്ങൾ ഇവ നൽകി അനന്യ സേവനം നടത്തിവരുന്നു. പ്രളയം, ഭൂകമ്പം, ചുഴലിക്കാറ്റ് തുടങ്ങിയ പ്രകൃതി ദുരന്ത വേളകളിൽ സ്വയം സേവകർ ജാതി മത വിവേചനം കൂടാതെ സേവന പ്രവർത്തനങ്ങളിൽ മുൻനിരയിൽ നിന്നിട്ടുണ്ട്. ഈ പ്രവർത്തനങ്ങൾ പാരസ്പര്യ ബോധം വളർത്തുകയും സാമൂഹിക ഐക്യം ഉറപ്പാക്കുകയും ചെയ്തു എന്നത് നിസ്തർക്കമാണ്.
സാമാജിക സമരസതയ്ക്കായുള്ള ശ്രമങ്ങൾ പ്രായോഗികതയിലുപരി ചിന്താഗതിയിൽ ഊന്നിയതാണ്. മാർക്സിസ്റ്റ് ചരിത്രകാരന്മാരുടെയും മിഷനറിമാരുടെയും പ്രചാരണങ്ങളെ അതിജീവിച്ച് RSS സാമാജിക സമരസതയെ സംഘടനയുടെ അടിത്തറയായി കാണുന്നു. കാരണം അതാണ് ധാർമ്മികതയുടെയും സാംസ്കാരിക സ്വാഭിമാനത്തിന്റെയും പുനരുജ്ജീവനത്തിന്റെ ജീവനാടി. സാമൂഹിക സമരസത വ്യത്യാസങ്ങളെ നിഷേധിക്കുന്നതല്ല, മറിച്ച് വ്യത്യാസങ്ങൾ വിഭജന കാരണമാകാതിരിക്കാനുള്ള ബോധവൽക്കരണമാണ്. കഴിഞ്ഞ ഒരു നൂറ്റാണ്ടായുള്ള വൈവിധ്യമാർന്ന സേവന രംഗങ്ങളിലൂടെ RSS അത് തെളിയിച്ചിട്ടുണ്ട്. ബലപ്രയോഗം കൊണ്ടല്ല, സേവനത്തിലൂടെയും സ്നേഹത്തിലൂടെയും സംസ്കാരപരമായ നവീകരണത്തിലൂടെയും. സംഘത്തിന്റെ ഈ മഹത്തായ സന്ദേശം ഭാരതത്തിന്റെ പുരാതന വസുധൈവ കുടുംബക എന്ന സാംസ്കാരിക ദർശനവുമായും ഭാരത ഭരണഘടനയുടെ അന്തസത്തയുമായും മനോഹരമായി സമ്മേളിക്കുന്നു. സംഘശാഖകളിൽ പതിവായി ഉദ്ധരിക്കുന്ന വാക്കുകൾ പോലെ രാജ്യം ഒരുമിച്ചു നിന്നാൽ മാത്രമേ ദേശീയ ഉഗ്രഥനം സാധ്യമാകൂ. 100ാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ RSSന്റെ സാമാജിക സമരസതയോടുള്ള പ്രതിബദ്ധത വെറും സംഘടനാ ലക്ഷ്യം മാത്രമല്ല, അത് ദേശീയ അനിവാര്യതയായാണ് സംഘം കരുതുന്നത്. 100ാം വർഷത്തിലേക്ക് കടക്കുന്ന ഈ ഘട്ടം RSSന്റെ സംഘടനാ ശക്തിയുടെയും ആത്മീയ ദർശനത്തിന്റെയും സാക്ഷ്യമാണ്. സേവനവും സമർപ്പണവുമാണ് ഈ പ്രസ്ഥാനത്തിന്റെ ഭാരതത്തിന്റെ സാംസ്കാരിക നാഡിയുമായി സമന്വയിപ്പിച്ചിരിക്കുന്നത്. സാമാജിക സമരസത എന്ന ആശയം വെറും സാമൂഹിക നീതിയുടെ മുദ്രാവാക്യമല്ല, മറിച്ച് ഭാരതീയ ധർമ്മത്തിന്റെ ആഴത്തിലുള്ള പ്രതിഫലനമാണ്. മനുഷ്യരെ മതം, ജാതി, ഭാഷ, പ്രദേശം എന്നീ ഭേദങ്ങളില്ലാതെ ഒരേ ഒരു കുടുംബത്തിന്റെ അംഗങ്ങളായി കാണുന്ന മഹത്തായ ഹിന്ദു ദർശനം 100 വർഷങ്ങൾ പിന്നിട്ടപ്പോൾ RSSന്റെ പ്രധാന സന്ദേശം വ്യക്തിയിൽ നിന്ന് കുടുംബത്തിലേക്കും, കുടുംബത്തിൽ നിന്ന് ഗ്രാമത്തിലേക്കും, ഗ്രാമത്തിൽ നിന്ന് രാഷ്ട്രത്തിലേക്ക് നേടുന്ന ഈ ഐക്യത്തിന്റെ പ്രയാണം ഭാരതത്തിന്റെ നവോത്ഥാനത്തിന് അനിവാര്യമാണ്. 100ാം വാർഷികത്തിൽ RSSന്റെ പ്രവർത്തനങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഭാരതത്തെ ശക്തിപ്പെടുത്തുന്നത് ആയുധങ്ങളാലല്ല, ആത്മീയ മൂല്യങ്ങളാലും സമരസതയാലുമാണ്. സ്നേഹവും സഹകരണവും അടിസ്ഥാനമാക്കിയ ഒരു സാംസ്കാരിക രാഷ്ട്രത്തിന്റെ നിർമ്മാണത്തിലേക്ക് ഈ പ്രസ്ഥാനം നമ്മെ നയിച്ചുകൊണ്ടേയിരിക്കുന്നു. സമരസതയുടെ ഈ ദീപം ഓരോ ഹൃദയത്തിലും തെളിഞ്ഞാൽ ഭാരതം ലോകത്തിനാകെ ഒരു മാതൃകയായി തീരും. ധർമ്മം, ഐക്യം, സേവനം, സമർപ്പണം എന്നിവയുടെ ജ്വലിക്കുന്ന പ്രതീകമായി സംഘപ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, വന്ദേ മാതരം. ഭാരത് മാതാ കി ജയ്.